സ്വാമി ഓം നമഃ ശിവായ. എങ്ങനെയാണ് സ്വാമി നമ്മുടെ കുംഭമേളയെ വിലയിരുത്തുകയാണെങ്കിൽ? കുംഭമേളയെ വിലയിരുത്തുക എന്ന് പറഞ്ഞത് ഗുരു പരമ്പരകളായിട്ട് ചെയ്തു വരുന്ന ഒരു കാര്യമല്ലേ. ലോകശാന്തിക്കായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. അതിനൊരു ഉദാഹരണമാണ് കഴിഞ്ഞ വർഷം നടന്നത് മഹാകുംഭമേള. അപ്പോഴാണ് ഇങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങളും അഖാഡകളും സന്യാസിമാർക്ക് ഒരു തേരാളികളായിട്ടുള്ള ഒരു മാർഗദർശികളായിട്ടുള്ള ഒരു പുണ്യാത്മാക്കള് അതിനൊരു ശിഷ്ടമുണ്ടെന്ന് മനസ്സിലായത്. വിവിധ സമ്പ്രദായത്തിലുള്ള ജുനാക്കാട ലോകത്തിലെ ഏറ്റവും വലിയ പ്രവർത്തനങ്ങളിലൂടെ ശങ്കരാചാര്യ പരമ്പര തുടങ്ങി വെച്ചിട്ടുള്ള ആ പരമ്പരയിലൂടെ ഒട്ടനവധി ലോകത്തിനായിട്ട് സനാതന ധർമ്മത്തെ മുറുകെ പിടിച്ച് പ്രവർത്തിച്ചിട്ടുള്ള നല്ല നല്ല ഗുരുക്കന്മാര് ഇവിടെ ജീവിച്ചിരുന്നതായിട്ടും ആ പരമ്പരയിലൂടെ ഇന്നും ജീവിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിനുവേണ്ടിയുള്ള കേരളത്തിന്റെ ഈ കാലഘട്ടത്തിൽ നന്നായിട്ടൊരു പ്രവർത്തനം കൂടെ സമാഗതമായിരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് ഭഗവാൻ ധർമ്മ സംരക്ഷണത്തിനായിട്ട് ഏതെങ്കിലും ഒരു വ്യക്തിയെ നിയോഗിക്കും. അങ്ങനെ മഹാമണ്ഡലേശ്വരന്റെ നേതൃത്വത്തില് വീണ്ടും ഒരു ചലനം, കേരളത്തിന്റെ പരിവർത്തനം ഇന്ന് ആവശ്യമാണ്. അഖണ്ഡമായിട്ടുള്ള ഭാരതം നിലനിൽക്കണമെങ്കിൽ ഇവിടെ പുണ്യാത്മാക്കള് സനാതന ധർമ്മം നിലനിന്നേ പറ്റുകയുള്ളൂ എന്നുള്ള ഒരു ഉറച്ച തീരുമാനവും ഭഗവാന്റേതാണ്. അതിനായി അദ്ദേഹത്തിന്റെ നേതൃത്വത്തില് നടക്കുന്ന ഈ കുംഭമേള ആയി മാറിയിരിക്കുന്നു. ഈ കുംഭമേളയിൽ എന്ന് പറയാം, കുംഭമേള എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ തുടങ്ങിയത് അത് ഭക്തജനങ്ങള് ഇവിടുത്തെ രാഷ്ട്ര നന്മയ്ക്കായി ലോക നന്മയ്ക്കായി അത് നെഞ്ചിലേറ്റി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് ഇപ്പൊ നടക്കുന്നത്. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് സ്വാമി യോഗാനന്ദപുരി ജുനാക്കാട നാഗസന്യാസി പരമ്പരയില് എന്ന് ഞാനും എൻ്റെ 3 ശിഷ്യരുമായിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത്. ഒന്ന് പൂജാനന്ദപുരി, മീരാനന്ദപുരി, നിളാനന്ദപുരി. അങ്ങനെ ഞങ്ങൾ എല്ലാ ദിവസവും ഈ മേളയില് പങ്കെടുത്തുകൊണ്ട് ഇവിടുത്തെ ഭക്തജനങ്ങൾക്ക് വേണ്ട അറിവ് ഗുരുനാഥം പകർന്നു വന്നിട്ടുള്ള ശാരീരികവും മാനസികവുമായിട്ടുള്ള പിരിമുറുക്കങ്ങളെ ഇന്ന് അധികം നേരിടുന്ന ഈ കേരളത്തില് മാനസിക രോഗികളും മദ്യപാനികളും സ്വാർത്ഥന്മാരും കൂടിയ ഈ കേരളത്തില് അതിനൊരു അറുതി വരുത്തുവാൻ നമുക്ക് കഴിയുമാറാകട്ടെ ഈ കുംഭമേള. അതിന് വേണ്ടി വ്രതധാരികളായി നാം ഇവിടെ ശിഷ്യരുമായിട്ട് എത്തിയിട്ടുള്ളതാവുന്നു. നമ്മുടെ വിവിധ സമ്പ്രദായത്തിലുള്ള ഗുരുക്കന്മാരും അവരുടേതായ പങ്കും അവരുടേതായ ശിഷ്യന്മാരും ഇവിടെ എത്തിയിട്ടുണ്ട്. അല്ലാത്ത ദേശസ്നേഹികളായിട്ടുള്ള പുണ്യാത്മാക്കളായിട്ടുള്ള സന്യാസിമാരും ഇവിടെ എത്തിയിട്ടുണ്ട്. അത് തുടർന്നും ഇനി ഈ നാടിന്റെ നന്മയ്ക്കായി സന്യാസിമാരിലൂടെ കേരളത്തിന്റെ മാതൃക ലോക നന്മയ്ക്കായി ഭാരതത്തിലെ അഖണ്ഡത കാത്തു സൂക്ഷിക്കുവാൻ നാം എല്ലാവരും പ്രതിജ്ഞാബദ്ധരാണ്. അതിനുവേണ്ടി നമ്മൾ ഒരു പുണ്യഗംഗതൻ സലിതത്തിൽ മുങ്ങി ഒരു ദിവ്യ സ്വർഗത്തിന് സ്മരണകൾ തങ്ങി കരനിറവോളും അനുഗ്രഹം വാങ്ങി പിരിയുകയാണെന്ന് സുഹൃത്തുക്കൾ നമ്മൾ. അളവറ്റ പാപത്തിൻ മലിന വസ്ത്രങ്ങൾ, അനവധി ജന്മത്തിൻ ദുർവാസനകൾ ഒരുമിച്ചു നാം ഈ പ്രയാഗയിൽ മുങ്ങി നിവരുമ്പോഴേക്കോ വട്ടുതങ്ങൾ. അങ്ങനെ ആ ആദർശത്തെ വ്യക്തിഗതമാം സ്നേഹധാരയിൽ തത്വപൂജയിലേക്ക് നിർത്തിക്കൊണ്ട് വ്യക്തി ജീവിതത്തിലുണ്ട്. അതുപോലെ ആ അഖണ്ഡമായിട്ടുള്ള ഭാരതം ശാന്തിയുടെയും സമാധാനത്തിന്റെയും ഒരു ഭാരതം, ഒരു പുണ്യഭാരതം, ലോകരാഷ്ട്രങ്ങൾ മാതൃക പിടിക്കുന്ന ഒരു പുണ്യാത്മാക്കള് നേതൃത്വം കൊടുക്കുന്ന ആ ഗുരുക്കന്മാരുടെ പരമ്പരകളാത്ത് വിശ്വസിക്കുന്ന വിശ്വാസം രക്ഷിക്കും സത്യമേവ ജയതേ ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള ആശയത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഞങ്ങൾ പ്രവർത്തിക്കുവാൻ ജഗദീശ്വരൻ നമ്മളെ പ്രേരിപ്പിക്കുന്നു. അത് യാതൊരു വ്യത്യാസവും കൂടാതെ പതിചിതറിക്കിടക്കുന്ന രസികൾ പതിയിരിപ്പു മരണമെന്നോതവേ പതറിടാറുണ്ട് മാനസമെങ്കിലും വെടിയില്ല ഞാൻ ഈ വഴിത്താരെ അതിവിദൂരമാം ചക്രവാളത്തിലും അകലെയാണ് എനിക്കെത്തേണ്ടതെങ്കിലും ആയുധ ജന്മങ്ങൾ ആവശ്യമെങ്കിലും വെടിയില്ല ഞാൻ ഈ വഴിത്താരെ എന്ന സന്ദേശം വിളിച്ചോതിക്കൊണ്ട് സ്വാമി യോഗാനന്ദപുരിയുടെ നേതൃത്വത്തില് തന്റെ ശിഷ്യന്മാരെയും ഭക്തരെയും സംഘടിപ്പിച്ചുകൊണ്ട് വിവിധ പരമ്പരകളോടുകൂടി കൂടിച്ചേർന്ന് പ്രവർത്തിക്കുന്നു. അതാണ് ഇന്നത്തെ
കാര്യങ്ങൾ, ഇതുവരെയുള്ള കാര്യങ്ങൾ. സ്വാമി, ഒരുപാട് ഹൈന്ദവ സഹോദരങ്ങൾക്ക് ഇതിന് പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല, പലവിധ കാര്യങ്ങൾ കൊണ്ടായിരിക്കാം. അത്തരത്തിലുള്ള ആളുകളോട് നമ്മൾക്ക് എന്താണ് ഒരു ഉപദേശം കൊടുക്കാനുള്ളത്? അത് കേരളം ചില രാഷ്ട്രീയക്കാര് അവരവകാശപ്പെടുന്നുണ്ട് വിദ്യാസമ്പന്നരായിട്ടുള്ള കേരളമാണെന്ന്. അതിന് ഇവിടുത്തെ സന്യാസി പരമ്പരയ്ക്കുള്ള ഒരു അനുഭവം പറയാം. അതായത് കേരളത്തില് നമ്മൾ ശബരിമലയിൽ പോകാൻ മാലയിട്ടാൽ വിദ്യാർത്ഥികളെ നമ്മൾ അച്ഛൻ പറയും, മക്കളെ വിളിക്കും സ്വാമി എന്ന് വിളിക്കണം. അവരുടെ അച്ഛനാണ് മലയ്ക്ക് പോകണമെങ്കിൽ സ്വാമി എന്ന് വിളിക്കണം. ഇനി പഴനിയിൽ പോകാൻ മാലയിട്ടാലും അവരെ സ്വാമി എന്ന് വിളിക്കണം. പള്ളിയിൽ അച്ഛനെ കണ്ടാലും അച്ഛാന്ന് വിളിക്കും. നല്ല സഖാവിനെ കണ്ടാലും സഖാവ് എന്ന് വിളിക്കും. അപ്പൊ കേരളത്തിലെ പരമ്പരയിൽപ്പെട്ട സന്യാസിമാരെ വിളിക്കുന്നത് ചേട്ടാന്നാ വിളിക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് ബോധത്തിൻ്റെത് സന്യാസിമാർക്കോ ഇവിടുത്തെ ജനതയ്ക്ക് എന്നാണോ ബോധം ഉണ്ടാകുന്നത്, അന്ന് കേരളം ഈ ഇരു രാഷ്ട്രീയ കക്ഷികളെയും തള്ളിക്കൊണ്ട് മുന്നേറിക്കൊണ്ട് ഒരു മാതൃകാപരമായി സംഘടിക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് വിഘടനവാദം പലയിടത്തും പൊട്ടിമുതയ്ക്കുന്ന കാലഘട്ടത്തിൽ അതിനെ സംഘടിച്ച് ശക്തരായിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. ഈ കാലത്തിൽ നമ്മൾ ധർമ്മച്യുതി സംരക്ഷിക്കുവാനായിട്ട് മുന്നോട്ട് പോയില്ലെങ്കിൽ വളരെ വളരെ സാധാരണപ്പെട്ടവർക്ക്, സാധാരണ പിന്മുറക്കാരായിട്ട കുഞ്ഞു കുട്ടികൾക്ക് പൈശാചികമായിട്ടുള്ള അനുഭവം ഉണ്ടാവുമെന്ന് തിരിച്ചറിഞ്ഞ ഗുരുക്കന്മാര് ഈ കേരളത്തില് സനാതന ധർമ്മ സന്ദേശയാത്ര സന്യാസിമാരുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 2 മാസം മുമ്പ് കേരള യാത്ര നടത്തിയിട്ടുണ്ട്. അതുപോലെ എക്കാലവും ഗ്രാമാന്തരങ്ങളില് ഓരോ സന്യാസിമാരുടെ നേതൃത്വത്തിൽ എല്ലാ പഞ്ചായത്തുകളിലും വാർഡുകളിലും ഒക്കെ തന്നെ സമ്പർക്കം ചെയ്തുകൊണ്ട് സന്യാസി ശ്രേഷ്ഠന്മാരുടെ ഗുരുമഹിമയെ കൊണ്ട് വിളിച്ചോതിക്കൊണ്ട് അത് വ്യാപകമായി അവരെ അനുഷ്ഠാനത്തിലൂടെ, ആചാര അനുഷ്ഠാനത്തിലൂടെ ശാന്തി എന്നുള്ള സന്ദേശവും സ്വാമി യോഗാനന്ദ മുന്നോട്ട് വെക്കുന്നു. കാരണം കേരളത്തില് ആചാര അനുഷ്ഠാനങ്ങളിലൂടെ ജീവിക്കാത്ത കൊണ്ട് ഇന്ന് ഒരുപാട് രോഗികൾ നിലനിൽക്കുന്നു. കാരണം ഇവിടുത്തെ മെഡിക്കൽ എത്തിക്സ് പറയുന്നു, നാളിതുവരെ 6 മാസം കൊണ്ടോ 1 മാസം കൊണ്ടോ 1 വർഷം കൊണ്ടോ ഗുളിക കഴിച്ചാലും രോഗം പൂർണ്ണമായിട്ടും മാറും എന്നൊരു കണ്ടുപിടുത്തം ഉണ്ടായിട്ടില്ല. ആയുർവേദത്തിനായാലും അലോപ്പതിക്ക്, പിന്നെ ഹോമിയോയ്ക്കായാലും അതുപോലെ വിവിധ 62ഓളം ലോകത്തിൽ ചികിത്സാ സമ്പ്രദായങ്ങളുണ്ട്. പക്ഷെ ഒരൊറ്റ കാര്യം, ഗുരുനാഥന്മാര് മുന്നിൽ വെച്ചിട്ടുള്ള, അവരുടെ മുന്നിൽ വന്നിട്ടുള്ള വിശ്വാസ ചികിത്സയിലൂടെ, ആചാര അനുഷ്ഠാനത്തിലൂടെ ജീവിതത്തിൽ പല പരിവർത്തനവും പല ശാന്തിയും ഉണ്ടായിട്ടുള്ളൂ. ഇവിടെ തന്നെ ഇന്നിരിക്കുന്ന എൻ്റെ അനുഭവത്തിൽ ഇവിടെ വന്നതിന് ശേഷം ഒരുപാട് പേർക്ക് അതുപോലെ ഇത്രയും ദിവസം കൊണ്ട്, കഴിഞ്ഞ 25-ാം തീയതി ഞാനും ശിഷ്യരുമായിട്ട് ആലപ്പുഴയിൽ നിന്ന് ഇവിടെ എത്തിയതാണ്. ഈ ഇന്നത്തെ ദിവസവും നാളെയും കൂടെ ആയിട്ടേ പോവുള്ളൂ. പരമാവധി ജനങ്ങളുണ്ടെങ്കിൽ അവർക്കുള്ള സന്ദേശങ്ങൾ, അറിവുകൾ പകർന്നു കൊടുത്തുകൊണ്ട് അവരുടെ ജീവിതത്തിൽ ഒരു മാനസിക പിരിമുറുക്കങ്ങൾക്ക് പരിവർത്തനം ഉണ്ടായിക്കൊണ്ട് ജീവിതം ധന്യമാക്കുവാൻ ദുഃഖസാഗരേ ത്വരണീയം കഷ്ടപർവ്വതേ പ്രവണീയം വിഭക്തി വിപിനെ ചരണീയം ലോകഹിതം മമ കരണീയം. ബന്ധുജനാബലേ, ഏറ്റവും മുന്നിൽ നിന്നാലും ഹന്ത ചേർക്കാൻ നിന്നാലും ചഞ്ചല മാനസ ചപലത നീക്കൂ, നിശ്ചല നിഷ്ഠ വളർത്തൂ നീ, മരണം തന്നെ നേരിട്ടാലും മലയുടെ തുല്യം നിൽക്കൂ നീ, ആശാകിരണം കൈവഴിരുതേ സോദര വീഴുത തേടുതേ എന്നുള്ള ആശയങ്ങളും മുറുകെ പിടിച്ചുകൊണ്ട് അവർക്ക് വേണ്ട ധൈര്യം നാഗസന്യാസിമാരെ കൊടുത്തുകൊണ്ട് ഇവിടുത്തെ സംരക്ഷണത്തിനായി തേരാളികളായി, പോരാളികളായി അവരുടെ ചങ്കൂറ്റം ഉറപ്പിക്കുവാൻ വേണ്ടി പദങ്ങൾക്കുറപ്പും ചുരുക്കവും മിഴിക്കുള്ളിൽ ഉൾക്കാച്ച് ചേർത്തുച്ചിരത്താക്കി മാറ്റിക്കൊണ്ട് മാതൃകാ ജീവിതം നയിച്ചുകൊണ്ട് അവരുടെ മുന്നിൽ സന്ദേശ ജീവിതത്തിനായി നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നു. ഈ മഹാമേള അതിൻ്റെ ഒരു ലോക ശാന്തിക്കായി വഴിയൊരുക്കട്ടെ. ജഗദീശ്വരൻ അതിന് അനുഗ്രഹിക്കട്ടെ. എല്ലാവരും പങ്കെടുക്കുക, എല്ലാവർക്കും ശാന്തി ലഭിക്കട്ടെ. ഇനിയും അതിനെക്കുറിച്ച് അറിവുണ്ടായി കഴിയുമ്പം അടുത്ത വർഷം ഇതിന്റെ 4 ഇരട്ടി ആളുകളും, അങ്ങനെ 2028 ആകുമ്പോൾ ഇവിടെ മഹാകുംഭമേള നടക്കുന്ന സമയത്ത് നല്ലൊരു മാറ്റം, അടുത്ത ഇലക്ഷനും എല്ലാം തന്നെ ഹിന്ദുക്കൾ ചിന്തിക്കാൻ തുടങ്ങി. രാഷ്ട്രീയ ഭേദമന്യേ ചിന്തിക്കേണ്ട കാലഘട്ടമാണെന്ന് എല്ലാവരും ചിന്തിക്കുന്നു. അതുകൊണ്ട് ഞാനും SFIയിലൂടെയും DYFIയുടെ ചുമതല വഹിച്ചും CITയിലെയും പുന്നപ്രയിൽ നിന്നാണ് വരുന്നത്. അപ്പൊ പുന്നപ്രയില് പരിവർത്തനം ഉണ്ടാക്കുവാൻ എനിക്ക് അവിടെ ഒരു മഹന്തായി ഒരു ആശ്രമം പണിത് ഈ ഗുരുക്കന്മാർ ശിഷ്യന്മാരുമായിട്ട് നമുക്ക് അവിടെ പ്രവർത്തിക്കാനുമായിട്ട് പല സ്ഥലത്തേക്ക് യാത്ര ചെയ്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ കണ്ണൂരും പുന്നപ്രയും എന്ന് പറഞ്ഞ നിരീശ്വരവാദികളുടെ നാടെന്ന് പറയും. അതിനെയൊക്കെ നിരീശ്വരവാദമല്ല, അതായത് സ്നേഹവും സ്പർശവും ഭൗതികവും അതുപോലെ ആത്മീയതവും വിശ്വാസവും
ആത്മീയതയും വിശ്വാസവും കൊടുത്തുകൊണ്ട് അനുഭവത്തിലൂടെ ഗുരു പരമ്പരയെ വിശ്വസിച്ചാൽ മാതാപിതാ ഗുരു ദൈവം എന്നുള്ള രീതിയിൽ അനുഭവങ്ങളിലൂടെ ജനങ്ങളെ വിശ്വസിച്ചുകൊണ്ട് ഒന്നിച്ച് അണിചേർന്നുകൊണ്ട് നല്ലൊരു ജീവിതത്തിലേക്ക്, ശാന്തിയാകുന്ന ഒരു ജീവിതത്തിലേക്ക് ഇവിടെ സന്തതി പരമ്പരകളെ വാർത്തെടുക്കുവാൻ കഴിയുമാറാകട്ടെ. ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം, എല്ലാ ചാനലുകളുടെയും സഹകരണം, ഇതുപോലുള്ള പരസ്യങ്ങൾ വന്നാൽ എതിർപ്പിൽ മങ്ങിടാതെയും തിമിപ്പിൽ മുങ്ങിടാതെയും നിങ്ങൾ ചെയ്യണം. നിങ്ങളുടെ എന്തെങ്കിലും ഒരു സ്വാർത്ഥതയ്ക്ക് വേണ്ടി നിങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ഈ ധർമ്മത്തിന് വേണ്ടി ഞങ്ങളോടൊപ്പം ചേരണമേ എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ജയ് ശ്രീറാം. ഓം നമ ശിവായ. ഓം നമ ശിവായ. ഓം നമ ശിവായ.